ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് തന്നെ നമുക്ക് കണ്ടു കളയാം. അതായത് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരുപാട് കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ആണ് തോൽപ്പാവക്കൂത്ത്. ഒരുപാട് അവാർഡ്സും ഒരുപാട് അംഗീകാരങ്ങളും കിട്ടിയ, ഈ അടുത്ത് പത്മശ്രീ വരെ സ്വന്തമാക്കിയ രാമചന്ദ്രൻ പുലവൂർ സാറും അദ്ദേഹത്തിന്റെ മകൻ രാജീവ് സാറും ആ എൻറ്റയർ ഫാമിലിയും ചേർന്ന് നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും വേദിയിൽ വന്ന് ആ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. സോ നമുക്ക് എല്ലാവർക്കും അവരെ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്തവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളലാം. മൂഷിക വാഹന മോദകഹസ്തം താമര കർണ വിളംബിയ സൂത്ര വാമന രൂപ മഹേശ്വര പുത്ര വിഘ്ന വിനായക പാദം നമസ്തേ. വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെയല്ലേ കാണുന്നത്? സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽധ്വനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപൈ. சேனில் சுடர்கின்றதின் செவிகான் മാണിക്യമയത്തൊരു മാനുളതാൻ കാണത്തക്കുമോ ഇതു കാരണനേ. ശരണം കണവാ. നോക്കൂ, മാറ്റുകൂടിയ തങ്കത്തേക്കാൾ ദേഹകാന്തിയോടുകൂടിയൊരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമിൻ. ഹേ ലക്ഷ്മണ, സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇങ്ങ വാ മാനെ, ഇപ്പടി വാ മാനെ, ഇങ്ങ വാ മാനെ, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഹേ കനകമൃഗമേ, ഓരാതെ നീ என் முன் வந்தாய், உன்னை விரும்பி யான் வந்தேன். ஸ்ரீரார் கமல சீதேவி சென்று பிடித்து தாவின்றாய். வாராய் வாராய் மானே நீ മറുപൂങ്കുഴലി വളർക്കിன்றாள். ഏയ്, മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു,
കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. മാനിനെ അസ്ത്രം അയച്ച് നിഗ്രഹിക്കുക തന്നെ ചെയ്യാം. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ ഹരായ് സീതേ. ഇതാ ലങ്കാരാജ്യം എത്തിച്ചേർന്നു. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. തേരാ. மனிதா கேள் முதல் போரில் வந்ததில் மலைந்து ராவணன் மயங்கினான். இனியும் அப்படி இழப்பனின்றுயர்த்திருதியத்தின் மிசையண்டலே நிருதி வெஞ்சிருவளை தரும் கணைகள் கொண்டு நின்றுடல் குடிக்கவே ஜனனமின்றொடு நிருதி வாழ்வனது சத்தியம் ശൗര്യത്തിനാൽ. ഹേ രാമ രാഘവ, ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർകൾ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാ പേരും വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ? രാമ രാഘവ, ഇനി ആകാശം, ഭൂലോകം, പാതാളം സകലയിടത്തും ഓടി ഓടി നമുക്ക് യുദ്ധം ചെയ്യാം. അപ്പടിയാകട്ടും. സ്മപൈ 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 സ്മപൈ. ഹേ രാവണ, നിന്റെ കയ്യിലിരിക്കുന്ന വില്ല് ഞാൻ മുറിക്കുന്നു. എടാ എടാ സ്മാപ്പൈ. ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയാക ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. എടാ എടാ സ്മാപ്പൈ. ഇനി എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം. നടോ നടാ. നടോ നടാ. അയോധ്യ രാജ്യം ഇതോ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ മന്ത്രി സുമന്ദ്ര, നാളെ സൂര്യോദയം ശ്രീ രാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് ബേരിക മുഴങ്ങട്ടെ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ആയുഷ്മാൻ ഭവാൻ കേട്ടയോ രാഘവ. ശ്രീരാമചന്ദ്രനക്കൊരു ജയമംഗളം, നല്ല ദിവ്യമുഖ ചന്ദ്രനക്ക് ശുഭമംഗളം. നല്ല ജയമംഗളം, നല്ല ശുഭമംഗളം. എന്തായാലും ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് ഈ തോൾപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞ കലാരൂപം നേരിട്ട് കാണുന്നത്. ചില സിനിമകളിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതെ അതെ, മീശമാധവൻ കാണിച്ച അതേ മാൻ തന്നെയാണിത്. മീശമാധവൻ സിനിമയിൽ കാണിച്ച അതേ സെയിം മാൻ തന്നെയാണിത് കാണിക്കുന്നത്. അതേ മാൻ തന്നെ സൂപ്പർ അമ്മയും മകളുടെ ഈ വേദിയിൽ വന്നിരിക്കുകയാണ്. എന്തായാലും എനിക്കിത് നേരിട്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് മല്ലിക ചേച്ചിയോട് ചോദിക്കാം അല്ലേ? ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ഇതൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു ഷോയാണ്. ഇതൊക്കെ അത്ര എളുപ്പത്തിലൊന്നും നമ്മളെ പോലുള്ളവർക്ക് ചുമ്മാ കൊള്ളാരെന്ന് പറയുന്ന ഷോ അല്ല. വസത്തില് ഒത്തിരി പഠിക്കാനുണ്ട് ഇതൊക്കെ അല്ലേ. നമ്മളൊക്കെ പണ്ട് ആകപ്പാടെ 2 വരിയാണ് പഠിച്ചിരിക്കുന്നത്. അശോകവനത്തിലെ സീതമ്മ, അവളുടെ ശ്രീരാമനാരമ്മ എന്ന് പറഞ്ഞ് ഇതെന്താണ് സംഭവം എന്നുള്ളത് വാസ്തവത്തിൽ അതെല്ലാം പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഗംഭീരമായിട്ട് ചെയ്തു. ദൈവമേ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് ഷോകൾ നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശ്വേതാജി, എനിക്ക് ഈ ഷോ, ഇങ്ങനത്തെ ഷോസ് കണ്ട
ഒരു പരിചയമുണ്ട്, കണ്ട ഒരു അനുഭവമുണ്ട്. പക്ഷെ ഇത്ര അടുത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ നോർത്തിൽ ഇതിന് കട്ട്പുത്ലി എന്നുള്ള അതാണ് കട്ട്പുത്ലി രീതിയിലുള്ള പാവകളിയുണ്ട്. അതെ. ഷേഡോ പപ്പറ്റ്, അതെ, സ്ട്രിംഗ് പപ്പറ്റ്, ഗ്ലോ പപ്പറ്റ്, അതെ. പിന്നെ അതേമാതിരി റോഡ് പപ്പറ്റ്. പക്ഷെ ഈ കലാരൂപം ഇപ്പൊ ഒന്നും അത്ര ഇപ്പോഴത്തെ ജനറേഷൻ ഇവിടെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ ഉണ്ടായത് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും. പിന്നെ അത് അതുകൊണ്ടാണ് സിനിമയുടെ IFFKയുടെ ലോഗോ. അത് ഞാനും എന്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പുലവരും G. അരവിന്ദൻ സാറും 90 കാലഘട്ടങ്ങളിൽ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ സിനിമയ്ക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം ലോഗോ ഇല്ല. ആ ലോഗോണ് ലങ്കാലക്ഷ്മി എന്ന കഥാപാത്രം. അത് ഞാനും എന്റെ പിതാവും അതുപോലെ തന്നെ G. അരവിന്ദൻ സാറും കൂടി ചേർന്ന് ചെയ്തതാണ്. സൂപ്പർ. ഇത് പഴമയുടെ സിനിമ എന്നാണ് പറയുന്നത്. അതെ അതെ. കാരണം പണ്ട് കൂത്തുമാടം എന്ന് പറയുന്ന വേദി, ഈ കാണുന്ന ബാക്കിൽ കാണുന്ന പപ്പറ്റ് തിയേറ്റർ ആണ്. ലോകത്തിലെ എല്ലായിടങ്ങളിലും പാവകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമാണ് ഈ പെർമനന്റ് പപ്പറ്റ് തിയേറ്റർ ഫോർ ഷാഡോ പപ്പട്രിക്ക് ഉള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ്. ഈ ഒരു തിയേറ്റർ കാണാൻ തന്നെ ജനുവരി മുതൽ മെയ് മാസം വരെ വിദേശികളും സ്വദേശികളും റിസർച്ച് സ്റ്റുഡൻസുമായിട്ട് ഒട്ടനവധി പേര് ഈ പാവകളിനെ കാണാൻ വേണ്ടി വരാറുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോ ഈ ഒരു തലമുറ കുട്ടികള് ഇവരെല്ലാരും വരുന്നുണ്ട്. പക്ഷെ ഈ തലമുറയിലെ ആൾക്ക് ഒന്നും അറിയില്ല. ഒന്ന് വരട്ടെ അവിടെ പഠിക്കാൻ വേണ്ടി. വരൂ വരൂ. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ സ്വരംലോ തരംഗ ബൃന്ദാവനല്ലോ വരംഗ മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ സ്വരംലോ തരംഗ ബൃന്ദാവനല്ലോ വരംഗ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയില് ശരിക്കും ഒരു ഭാഗ്യമാണ് നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത്രയും ഒരു പഴമയാർന്ന കലാരൂപം നേരിട്ട് കാണാനും ഇങ്ങനെ അനുഗ്രഹീതരായ കലാകാരന്മാരെ നേരിട്ട് കാണാനും സംസാരിക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ 100ാമത്തെ ആഘോഷത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം.